ചെയിൻ റൂളിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഇനി പറയുന്നത്. ദി ഔട്ട്സൈഡ് ഇൻസൈഡ് റൂൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, വേറൊരു രീതിയിൽ പറയുന്നു എന്ന് മാത്രം. y എന്നുള്ള ഫംഗ്ഷൻ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്നുള്ളൊരു ഫോർമാറ്റിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് നമ്മുടെ പഴയ ഫോർമുല വെച്ച് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ഇതിലെ എഫിനെ നമ്മൾ ഔട്ട്സൈഡ് ഫംഗ്ഷനും അതുപോലെ ജിനെ ഇൻസൈഡ് ഫംഗ്ഷനും അങ്ങനെ ഒരു രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ വേറെ രീതിയിൽ പറയാം. ഡിഫറൻഷിയേറ്റ് ദി ഔട്ട്സൈഡ് ഫംഗ്ഷൻ എഫ് ആൻഡ് ലീവ് ദ ഇൻസൈഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് അലോൺ. സോ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് കാണുക, ഔട്ട്സൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അത് ജി ഓഫ് എക്സിന് ഇൻസൈഡ് ഫംഗ്ഷനെ ലീവ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യൊന്നും വേണ്ട, അതുപോലെ തന്നെ എഴുതുക. ലീവ് ചെയ്യാന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ട് അതുപോലെ തന്നെ മാറ്റം, ഐഡൻറ്റിറ്റി മാപ്പിംഗ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ജി ഓഫ് എക്സിനൊന്നും ചെയ്യണ്ട, ഔട്ട്സൈഡ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ കൂടെ ഇൻസൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതൊരു വേറെ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ആ ഒരു രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇപ്പം ഇവിടുത്തെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്, ഇനി യുവിൽ ഞാൻ എഴുതുന്നില്ല. ഇൻസൈഡ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. സോ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ ആദ്യം ഔട്ട്സൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് എക്സ് ആണ്. ഇവിടെ എക്സിന് പകരം ഇൻസൈഡ് ഫംഗ്ഷൻ അതുപോലെ തന്നെ ലീവ് ചെയ്യുക, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. എക്സിന് പകരം ആരാണോ അത് അതുപോലെ തന്നെ എഴുതുക, നേരത്തെ പറഞ്ഞതും വേറെ രീതിയിൽ പറഞ്ഞത് മാത്രം. ഇൻറ്റു ഇൻസൈഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, ഒന്നിൽ കൂടുതൽ ടൈംസ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റ് ഇടുന്നു. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, വേറൊരു രീതിയിൽ ദി ഔട്ട്സൈഡ് ഇൻസൈഡ് റൂൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി റിപ്പീറ്റഡ് യൂസ് ഓഫ് ചെയിൻ റൂൾ. ഒരു പ്രാവശ്യമല്ല, വീണ്ടും അതിൻ്റെ ഉള്ളിൽ ചെയിൻ റൂൾ യൂസ് ചെയ്യേണ്ടി വരുന്നു എന്ന് മാത്രം. ഇവിടെ നോക്കാം, ഇപ്പോൾ വേരിയബിൾ എക്സ് മാറിയിട്ട് ടിയിലായിട്ടുണ്ട്. ജി ഓഫ് ടി എന്നുള്ളത് ടാൻ ഓഫ് 5 മൈനസ് സൈൻ 5t. അപ്പോൾ ഇവിടെ ഔട്ട്സൈഡ് ഫംഗ്ഷൻ ടാൻ ടി ആണ്, ഇൻസൈഡ് ഫംഗ്ഷൻ 5 മൈനസ് സൈൻ 2t ആണ്. അപ്പോൾ ഇതിൻ്റെ ജി ഡാഷ് ഓഫ് ടി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി കാണാൻ നമുക്കറിയാം ടാൻ ടിയുടെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ടി ആണ്. സോ ഇവിടെ ടിക്ക് പകരം 5 മൈനസ് സൈൻ 2t ഉണ്ട്. സോ സീക്ക് സ്ക്വയർ 5 മൈനസ് സൈൻ 2t ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ 5 മൈനസ് സൈൻ 2t. ഓക്കെ, സോ സീക്ക് സ്ക്വയർ 5 മൈനസ് സൈൻ 2t ഇൻറ്റു 5ൻ്റെ ഡെറിവേറ്റീവ് 0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ദെൻ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് ടി ആണ്. ഇവിടെ സൈൻ ടി അല്ല, സൈൻ 2t ആണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആണ്. സോ ഇവിടെ സൈൻ ടിക്ക് പകരം 2t ആണ്. സോ കോസ് 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവും കൂടി നമുക്ക് അവിടെ ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ സീക്ക് സ്ക്വയർ 5 മൈനസ് സൈൻ 2t ഇൻറ്റു 0 മൈനസ് എന്നുള്ളത് ഞാൻ മൈനസ് മാത്രമായിട്ട് എടുക്കുന്നു. ആ മൈനസ് സൈൻ ഞാൻ ആദ്യം എഴുതിയിട്ടുണ്ട്. കോസ് 2t ഇൻറ്റു 2tയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് 2 ആണ്. പിന്നെ അതൊന്നും ഭംഗിയിൽ നമുക്ക് എഴുതാം, -2 സീക്ക് സ്ക്വയർ 5 മൈനസ് സൈൻ 2t ഇൻറ്റു കോസ് 2t. അപ്പം ഇങ്ങനെയാണ് റിപ്പീറ്റഡ് യൂസ് ഓഫ് ചെയിൻ റൂൾ. വീണ്ടും ചെയിൻ റൂൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നതിൻ്റെ ഇടയിൽ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുക, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി പവർ ചെയിൻ റൂൾ. ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് പറയുന്നതാണ് ചെയിൻ റൂളിൻ്റെ. യു ഓഫ് എക്സ് എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്.
ദെൻ എൻ എന്നുള്ളത്, അപ്പോൾ യു എന്നുള്ളത് കോൺസ്റ്റൻ്റ് അല്ല, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്. എൻ എന്നുള്ളത് ഇനി ഇൻറ്റിജർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു റേസ് ടു എൻ എന്നുള്ളത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അത് കണ്ടുപിടിക്കുവാനായിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ നമുക്കറിയാം എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. സോ എൻ ഇൻറ്റു എക്സിന് പകരം ഇവിടെ ഒരു യു ഓഫ് എക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ യു ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എക്സിന് പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ്. അത്ര തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്പെഷ്യൽ കേസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. എക്സ് റേസ് ടു എന്നിൻ്റെ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് ഇവിടെ എക്സിന് പകരം യു ഓഫ് എക്സ്. സോ എൻ ഇൻറ്റു യു ഓഫ് എക്സ്, അതായത് യു റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന് പകരം ആരാണോ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ നോക്കാം, ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് ഫങ്ഷൻസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ആദ്യത്തെ സൈൻ റേസ് ടു 5x ആണ്. സോ y ഈക്വൽ ടു സൈൻ റേസ് ടു 5x. ഇതിനെ നമുക്ക് സൈൻ എക്സ് റേസ് ടു 5, സൈൻ എക്സ് റേസ് ടു 5 ആണ് സൈൻ റേസ് ടു 5x എന്ന് പറഞ്ഞാൽ സൈൻ എക്സിന് 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഇത് യു ഓഫ് എക്സ് ആയിട്ട് ഈ കേസിൽ യു ഓഫ് എക്സ് എന്നുള്ളത് സൈൻ എക്സ് ആണ്, എൻ എന്നുള്ളത് 5 ആണ്. സോ ഈ പവർ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്നുള്ളത് 5 ഇൻറ്റു യു ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് 1, അതായത് സൈൻ എക്സ് റേസ് ടു 5 മൈനസ് 1 ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, അതായത് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ്. അപ്പോൾ 5 ഇൻറ്റു സൈൻ എക്സ് റേസ് ടു 4, അത് നമ്മൾ അങ്ങനെയല്ല എഴുതുക, സൈൻ റേസ് ടു 4x എന്നാണ്, ഇൻറ്റു കോസ് എക്സ്. ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബി 2x plus 1 y equal to 2x plus 1 all raised to minus 3. അപ്പോൾ ഇവിടെ യു ഓഫ് എക്സ് എന്നുള്ളത് 2x plus 1, n എന്നുള്ളത് മൈനസ് 3. സോ എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 തന്നെ മൈനസ് 3 റേസ് ടു മൈനസ് 3 ഇൻറ്റു യു റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ മൈനസ് 3 ഇൻറ്റു യു റേസ് ടു, അതായത് 2x plus 1 റേസ് ടു മൈനസ് 3 മൈനസ് 1 ഇൻറ്റു യു ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 2x plus 1ൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, 1ൻ്റെ ഡെറിവേറ്റീവ് 0. സോ മൈനസ് 3 2x plus 1 മൈനസ് 3 മൈനസ് 1 മൈനസ് 4 ആണ് ഇൻറ്റു 2. ഇതിനെ വേണമെങ്കിൽ മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു മൈനസ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് റേസ് ടു n ആണ് 2x പ്ലസ് 1 ഹോൾ റേസ് ടു 4 എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും മൈനസ് 6 ഇൻറ്റു 2x പ്ലസ് 1 റേസ് ടു മൈനസ് 4 ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി സ്റ്റാൻഡേർഡ് നൊട്ടേഷൻസിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് മാത്രം. അടുത്തത് y ഈക്വൽ ടു 5x ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 റേസ് ടു 7. സോ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ ഇവിടെ 7 ഇൻറ്റു എക്സ് റേസ് ടു 7ൻ്റെ 7 ഇൻറ്റു എക്സ് റേസ് ടു 7 മൈനസ് 1 6 ആണ്. സോ 5x ക്യൂബ്, ഇവിടെ യു ഓഫ് എക്സിൻ്റെ പ്ലേസിൽ എക്സ് ക്യൂബ് 5x ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 ആണ് റേസ് ടു 6 ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് 5 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ്, എക്സ് റേസ് ടു 4ൻ്റെ 4x ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് 7 ഇൻറ്റു 5x ക്യൂബ് മൈനസ് എക്സ് റേസ് ടു 4 റേസ് ടു 6 ഇൻറ്റു 15x സ്ക്വയർ മൈനസ് 4x ക്യൂബ്. ദെൻ അതിനെ കാര്യമായിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട, റേസ് ടു 6 ഒക്കെ ആയതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നിർത്തിയാലും മതി. വേണമെങ്കിൽ ഇതിൽ നിന്നും എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1/3x മൈനസ് 2. 1/y ഈക്വൽ ടു 1/3x മൈനസ് 2. 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം, ഡി ബൈ ഡി എക്സ് ഓഫ് 1/x, അത് എക്സ് റേസ് ടു മൈനസ് 1 ആണ്, ഡയറക്റ്റ് ഫോർമുലയായിട്ട് പഠിക്കാവുന്നതാണ്. മൈനസ് 1/x സ്ക്വയർ ആണ്, ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ഇതാണ്. അതല്ലെങ്കിൽ ഇതിനെ നേരത്തെ പറഞ്ഞ രീതിയിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 3x മൈനസ് 2 ഹോൾ റേസ് ടു മൈനസ് 1 ആണിത്. സോ ഡി വൈ ബൈ ഡി എക്സ് കാണുമ്പോൾ മൈനസ് 1 ഇൻറ്റു 3x മൈനസ് 2 ഹോൾ റേസ് ടു മൈനസ് 1 മൈനസ് 1
ഇൻറ്റു 3x മൈനസ് ടുവിൻ്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു 1 മൈനസ് 2ൻ്റെ 0. അപ്പോൾ നമുക്ക് -1 3x മൈനസ് 2 ഇവിടെ -1 ഇൻറ്റു 3. അപ്പോൾ ഇതിനെ ഭംഗിയിൽ എഴുതണമെങ്കിൽ -3/3x മൈനസ് 2 ഹോൾ സ്ക്വയർ. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസൈഡ് ഔട്ട്സൈഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. ഇവിടെ എക്സിന് പകരം 3x മൈനസ് 2 ആണ്. സോ അതിൻ്റെ ഡെറിവേറ്റീവ് -1/3x മൈനസ് 2 ഹോൾ സ്ക്വയർ ഇൻറ്റു 3x മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ അത് വരുന്നത് 3 എന്ന് വരും. അഗെയിൻ ഇത് ആൻസറിലേക്ക് തന്നെ എത്തും. സോ ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.